السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: إن الملائكة أمروا بالسجود لآدم لأجل أن نور محمد صلى الله عليه وسلم في جبهته، أو كما قال رسول الله: يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ റബീഉൽ അവ്വലിന്റെ ആദ്യ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേരളക്കാരായ നമ്മൾ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോൾ മുഹമ്മദ് എന്ന പേര് കഴിഞ്ഞാൽ കൂടെ ഉപയോഗിക്കുന്ന പേരാണ് മുസ്തഫ എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് വെറുതെ പറയാറില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മൾ പറയാറ്. ഈ മുസ്തഫ എന്ന് കേട്ടാൽ തന്നെ ഈമാനുള്ളവന്റെ കൽബിൽ ഓടിയെത്തുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. എന്താണ് മുസ്തഫ എന്ന ആ വാക്കിന്റെ അർത്ഥം? മഹാന്മാര് അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് മുസ്തഫ എന്ന വാക്കിന്റെ അർത്ഥം. എല്ലാ പ്രവാചകന്മാരും തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. എല്ലാവർക്കും വിശേഷ ഗുണങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായ വിശേഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതാണ് സൂറത്തുൽ ഹജ്ജ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസി ഇന്നല്ലാഹ സമീഉൻ ബസീർ.
മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അല്ലാഹു ദൂതരെ തിരഞ്ഞെടുക്കപ്പെട്ടു. മനുഷ്യന്മാരിൽ നിന്നും അതുപോലെ തന്നെ മലക്കുകളിൽ നിന്നെല്ലാം അല്ലാഹു ദൂതരെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. ഇന്നല്ലാഹ സമീഉൻ ബസീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. എന്നാൽ പ്രവാചകത്വം അല്ലാഹുവിന്റെ സമ്മാനമാണ്. പ്രവാചകത്വം എന്നുള്ളത് അല്ലാഹുവിന്റെ സമ്മാനമാണ്. അത് അനന്തരമായി ലഭിക്കുന്ന കാര്യമല്ല. അതുപോലെ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്നതുമല്ല പ്രവാചകത്വം എന്നുള്ളത്. പരിശ്രമിച്ചു നേടുന്നതുമല്ല. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും സവിശേഷ ഗുണങ്ങൾ ലഭിച്ചവരാണത്രേ ആര്? പ്രവാചകന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ഒരു പ്രവാചകന്റെ അനുയായിയായി ഈ ലോകത്ത് അല്ലാഹു നമ്മെ ജീവിപ്പിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഒരിക്കൽ സ്വഹാബത്തുൽ കിറാം കൂടിയിരുന്ന് ഓരോ നബിക്കും അല്ലാഹു നൽകിയ സവിശേഷതകൾ അത്ഭുതപൂർവം അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയുണ്ടായി. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയ ഓരോ ഗുണങ്ങളെ കുറിച്ച് ഇങ്ങനെ അല്ലാഹു സ്വഹാബത്തുൽ കിറാം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീലാക്കിയതും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കലീമുള്ളയാക്കിയതും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കലിമത്തുല്ലാഹിയും റൂഹുല്ലാഹിയും, അങ്ങനെ ആദം നബിയെ സഫിയുള്ളയാക്കിയതും, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും സ്വഹാബത്തുൽ കിറാം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്വഹാബത്തുൽ കിറാമിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തുൽ കിറാമിനെ ഉണർത്തുകയാണ്. നിങ്ങൾ സ്വഹാബത്തെ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ആദം നബിക്കും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും തുടങ്ങിയ പ്രവാചകന്മാർക്ക് അല്ലാഹു പല സവിശേഷ ഗുണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ അവരെക്കാൾ സവിശേഷതയുള്ള പ്രവാചകനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആധികാരികമായി പറയാൻ അവകാശമുള്ള ഒരേ ഒരു പ്രവാചകനാണ് ആര്? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറയാണ്, വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീന വലാ ഫഖറ. ഞാൻ മുൻഗാമികളിലെയും പിൻഗാമികളിലെയും ഏറ്റവും ഉന്നതനാണ്. വലാ ഫഖറ, ഇത് അഹങ്കാര വാക്കല്ല. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അനുസ്മരിച്ചതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ളത് അത് വലിയ അനുഗ്രഹമാണ്. വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീന, ഞാൻ മുൻഗാമികളിലെയും പിൻഗാമികളിലെയും ഏറ്റവും ഉന്നതനാണ്.
അക്രമി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങൾ മഹാന്മാര് പറയുന്നുണ്ട്. ഒരു കാര്യം അത് അക്രമാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ റസൂലുള്ള പറഞ്ഞത് എന്താ? വഅന അക്റമു, ഞാൻ ഏറ്റവും ഉന്നതനാണ്. വലാ ഫഖറ, ഇതൊരു അഹങ്കാര വാക്കല്ല, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വ്യത്യസ്തങ്ങളായ സൗഭാഗ്യങ്ങളും ബഹുമാനങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകർക്ക് അത് ലഭിച്ചത് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയും ബഹുമാനിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ്. ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണത്. ഇമാമുന ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഖസീദത്തുൽ ബുർദയിൽ. കുല്ലു ആഇൻ അതർ റുസുലുൽ കിറാമു ബിഹാ ഫഇന്നമാ ഇത്തസലത് മിൻ നൂരിഹി ബിഹിം ഫഇന്ന ശംസു ഫളിൻ ഹും കവാതിബുഹാ യുദ്ഹിർന അൻവാറഹാ للناس في الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ പ്രവാചകത്വത്തിന്റെ വലിയ അസറുകൾ തന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരുടെയും നിയോഗം പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലാക്കണം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നുപോയ കിളികൾ പോലും ആ തീയുടെ ചൂട് കാരണമായി കരിഞ്ഞുപോയെങ്കിൽ ആ തീയിൽ കിടന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കരിഞ്ഞില്ല. കാരണം എന്താ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലുണ്ടല്ലോ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുണ്ടായിരുന്നു, പ്രകാശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു കരിച്ചു കളയാതിരുന്നത്. പരിശുദ്ധമായ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയും ബഹുമാനിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഓരോ പ്രവാചകന്മാരുടെ ഓരോ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇമാം ബൂസൂരി തങ്ങളും പറഞ്ഞത്, പ്രവാചകന്മാരുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തോട് ബന്ധപ്പെട്ടതാണ്. ഫഇന്ന അത്തസലത് മിൻ നൂരിഹി ബിഹിം, റസൂലുള്ളാഹിയുടെ പ്രകാശത്തോട് ബന്ധപ്പെട്ടതാണ്. ഫഇന്നഹു, ആ പ്രവാചകനുണ്ടല്ലോ, ശംസു ഫളിൻ ഹും കവാകിബുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനും അവർ നക്ഷത്രങ്ങളുമാണ്. യുദ്ഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമി, അവർ ജനങ്ങൾക്ക് വേണ്ടി അതിന്റെ പ്രകാശത്തെ വ്യക്തമാക്കുന്നതാണ്.
ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവറാണ്. നാം ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, നമ്മുടെ പവർ എത്രത്തോളം ഉണ്ട്. നമ്മളാണെങ്കിലോ ഏറ്റവും മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവാണ്. ചിന്തിക്കണം നമ്മൾ, നമ്മുടെ നേതാവ് ആരാ? ചിന്തിക്കണം നമ്മൾ. ഈ പറയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ലോകത്ത് എത്രത്തോളം അമ്പിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ക്യാപ്റ്റനാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇബ്രാഹിം നബിയുടെ അനുയായികളും മൂസാ നബിയുടെ സമുദായം ആഗ്രഹിച്ചില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം ആയിരുന്നെങ്കിൽ എത്ര കൊള്ളാമായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയിട്ട് അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല നമ്മള്, അല്ലേ? ഇന്നലെ റബീഉൽ അവ്വൽ 1 പ്രഥമ രാത്രിയായിരുന്നു. നമ്മളിൽ എത്ര പേര് റസൂലുള്ളാഹിക്ക് വേണ്ടി ഒന്ന് സ്വലാത്ത് ചൊല്ലി? വേണ്ട, അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ പരാമർശിക്കപ്പെടുന്ന മങ്കൂസ് മൗലിദിനെ പോലെ, ശറഫൽ ലനാ മൗലിദിനെ പോലെ, യാ അക്രമ ബൈത്തിനെ പോലെ, സലാം ബൈത്തിനെ പോലെയുള്ള അതൊക്കെ റസൂലുള്ളാഹിയുടെ ഗുണങ്ങളാണ് അതിൽ പറയുന്നത്. വേറെ ലോക വിവരങ്ങളല്ല. മുത്തുനബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവിന്റെ ആ ഗർഭാശയത്തിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കിടന്നത് മുതൽ അവിടുത്തെ അവസാനം വരെയുള്ള മുഴുവൻ ചരിത്ര സംഭവങ്ങളാണ്. അത് നമ്മൾ പറയണ്ടേ? അത് നമ്മളല്ലാതെ ആരാ പറയുന്നത്? അല്ലാതെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും റസൂലുള്ളാഹി നബിദിനം ആഘോഷിച്ചോ, മക്കയിലുണ്ടോ മദീനയിലുണ്ടോ? ഈ ചോദ്യങ്ങളല്ല. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ചരിത്രങ്ങളുണ്ട്, ഹദീസുകളുണ്ട്, ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ തന്നെയുണ്ട്. ഇതൊന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ വിമർശന ബുദ്ധിയോടെ നടന്ന് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ പ്രവാചകരുടെയും അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വരുന്നവർ മുഖേന ഉണ്ടായ അത്ഭുതങ്ങളും അങ്ങനെ തന്നെയാണ്. അന്ത്യപ്രവാചകനായ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ആ റസൂലുള്ളാഹി ഇല്ലാത്ത ഒന്നുമില്ല, റസൂലുള്ളാഹി ഇല്ലാത്ത ഒന്നുമില്ല. എത്രത്തോളം ഉഹദ് മല, അൽഹംദുലില്ലാഹ്, ആ ഉഹദ് മലയുടെ ആ മണം പോലും ഇന്ന് നിലനിൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉഹദ് മലയുടെ ഇടയിൽ ഇരുന്ന ചരിത്രമുണ്ടല്ലോ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പെട്ടെന്ന് റസൂലുള്ളാഹി തലവലിച്ചപ്പോൾ ആ ഉഹദ് മലയുണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് വേണ്ടി ഒന്ന് വികസിച്ചു കൊടുത്തില്ലേ? ഇന്നും മദീനയിൽ ആ ചരിത്രം നമുക്ക് കാണാം. ഈ തവണത്തെ സിയാറത്തുമായി ബന്ധപ്പെട്ട് ആ റസൂലുള്ളാഹി ഇരുന്ന സ്ഥലത്ത് പോകാനുള്ള ഭാഗ്യം കിട്ടി. ഇന്നും അവിടെയുണ്ട്, സുഗന്ധങ്ങളാണ്. എത്രയോ ജനങ്ങളാണ് അവിടെ വന്ന് ആ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഒരു കസേര പോലെയാണ് അവിടെ. ഇതൊന്നും കെട്ടുകഥകളല്ല, പോയ ആളുകൾക്കും അനുഭവിച്ചവർക്കും അറിയാം. ആ ഉഹദ് പർവ്വതം പോലും റസൂലുള്ളാഹിക്ക് വേണ്ടി ആശ്വാസത്തിന് ഇടം കൊടുത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നബി ആരാണ്? ആ നബിയുടെ അനുയായിയായി അല്ലാഹു നമുക്ക് ലോകത്തേക്ക് ജീവിക്കാനുള്ള സന്തോഷം നൽകിയെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരെ, അല്ലാഹു തന്ന നിഅമത്തിനെ ആരും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഈ റബീഉൽ അവ്വലിന്റെ പ്രഥമമായ വെള്ളിയാഴ്ച ഈ സന്ദേശത്തിൽ എന്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു മുത്തുനബിയുടെ ചാരത്ത് പോകാൻ, അവിടെ പോയി ഒന്ന് സലാം പറയാൻ,
അവിടെ നിന്ന് ദുആ ചെയ്യാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്ത് രസമാണ് മുത്തുനബിയുടെ ചാരത്ത് പോകുമ്പോൾ. ആദ്യമൊക്കെ നമ്മൾ പോകുമ്പോൾ അത് നല്ല ബലവും തന്റെ ഇടമുള്ളവർക്ക് അതിൽ കയറാം. പക്ഷെ ഇപ്പോൾ സൗദിയ ഗവൺമെന്റ് പ്രത്യേകമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് റൗള സിയാറത്ത്. അതിന് പ്രത്യേകമായ ആപ്പ് വഴി, നുസ്ഖ് എന്ന് പറയുന്ന ആപ്പ് വഴി നാം അത് കയറി നമ്മുടെ വിസയും കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇന്ന ദിവസം ഇത്ര സമയത്താണ് നമുക്ക് തരുന്ന ടൈം. ആ ടൈമിൽ നമുക്ക് അവിടെ സുന്ദരമായിട്ട് അവിടുത്തെ പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം സന്തോഷകരമായ രീതിയിൽ ആ റൗളയിൽ നമുക്ക് ഒരു അരമണിക്കൂറോളം നമുക്ക് സമയം ചെലവഴിക്കാം. നമുക്ക് ദുആറക്കാം. മാ ബൈന കബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗ്ഗ പൂന്തോപ്പാണ്. എന്ത് പരിമളം, എന്ത് സന്തോഷം. ഒന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനെന്ത് വേണം? നമ്മുടെ ഭാഗത്ത് നിന്ന് അധ്വാനം വേണം. റബീഉൽ അവ്വലിന്റെ ഒന്നാണ്. അല്ലാഹു റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പായി കോടിക്കണക്കിന് സ്വലാത്ത് എന്റെ നേതാവ് ഹബീബായ തങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? എനിക്കൊന്ന് റൗളയിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ. ആ റസൂലുള്ളാഹിയുടെ സവിധത്തിൽ വന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നൊന്ന് സലാം പറയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങൾ നടത്തണം, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായ രീതിയിലുള്ള അവസരങ്ങൾ അല്ലാഹു തുറന്നു തരുന്നത്. ഒരുപാട് പ്രാവശ്യം പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ആ പ്രവാചകൻ നിസാരക്കാരനല്ല. ഒരിക്കലും അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ വന്നുകൂടാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇന്നല്ലാഹ ഇഖ്താറ ഖൽഖഹു ഫഖ്താറ മിൻഹും ബനി ആദം സുമ്മ ഇഖ്താറ ബനി ആദം ഫഖ്താറ മിൻഹുൽ അറബ സുമ്മ ഇഖ്താറനി മിനൽ അറബി ഫലം അസൽ ഖിയാറൻ മിൻ ഖിയാർ. റസൂലുള്ളാഹിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങനെയാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികളെ തെരഞ്ഞെടുത്തു, അവരിൽ മനുഷ്യനെ തെരഞ്ഞെടുത്തു. മനുഷ്യരിൽ നിന്ന് അറബികളെയും അനറബികളെയും അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ അറബികളിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു. ഞാൻ ഉത്തമരിൽ ഉത്തമരാണ്. ഖിയാറൻ മിൻ ഖിയാർ. അങ്ങനെ പറയാൻ തന്റെ ഇടമുള്ള ഒരേ ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. നമ്മളാണെങ്കിലും എന്തെങ്കിലും അധികാരങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മ എന്താ? ഞാനാണ് എല്ലാം തികഞ്ഞു, ഇനി എനിക്കാണ് എന്നും പറയാനുള്ള അവകാശം. അല്ലേ? നമ്മുടെ അവസ്ഥ അങ്ങനെയാ. ഒരിക്കലും അങ്ങനെയല്ല. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കല്ലാതെ മറ്റാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള അവകാശങ്ങൾ കൊടുത്തിട്ടില്ല. നബിയുമായി ബന്ധമുള്ളതെല്ലാം സവിശേഷതയുള്ളതാണ്. അതുകൊണ്ടല്ല ഉഹുദ് മലക്ക് സവിശേഷതയുണ്ട്, അദുൽ അസ്വദിന് സവിശേഷതയുണ്ട്. അതുപോലെ അദുൽ അസ്വദിന്റെയും ആ കഅബയുടെ ഡോറിന്റെയും ഇടയിലുള്ള മുൽത്തസമിനും സവിശേഷതയുണ്ട്. ആ റസൂലുള്ളാഹി തൊട്ടതാണ്, അവിടെ നിന്ന് ദുആ ചെയ്തതാണ്. ഹിജ്ർ ഇസ്മായിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതാണ്. സ്വർണ്ണപ്പാത്തിയുടെ അടിയിൽ നിന്ന് നിസ്കരിക്കാൻ ജനങ്ങൾ ഇടികൂടുകയാണ്. എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആ സ്വർണ്ണപ്പാത്തിയുടെ അടിയിൽ നിന്നുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഏക ഇലാഹായ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ ദുആ ചെയ്താൽ
അവന്റെ ദുആ തട്ടുകയില്ല. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ തവാഫ് ചെയ്യുമ്പോൾ ആ സ്വർണ്ണപ്പാത്തിയുടെ അടിയിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പരിശുദ്ധമായ ഖുർആനിലുള്ള പ്രാർത്ഥനയല്ലേ? ഈ പ്രാർത്ഥന അവിടെ വർദ്ധിപ്പിക്കണമെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥന ഒന്ന് അധികരിച്ച നമുക്ക് കുഴപ്പം. നമ്മളൊക്കെ തികഞ്ഞവരാണല്ലോ. റസൂലുള്ളാഹി പറഞ്ഞെന്നാ ആവർത്തിച്ച് നീ ചോദിച്ചോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും സവിശേഷതയുണ്ട്. റസൂലുള്ളാഹിയുടെ കുടുംബത്തിനും സവിശേഷതയുണ്ട്. റസൂലുള്ളാഹിയുടെ കാലത്തിന് സവിശേഷതയുണ്ട്. റസൂലുള്ളാഹിയുടെ അനുചരന്മാർക്ക് റസൂലുള്ളാഹി ജീവിച്ച നാടിന് മദീനക്കും മക്കക്കും സവിശേഷതയുണ്ട്. എല്ലാ പ്രത്യേകതയും മഹത്വമുള്ളത് തന്നെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മൃഗങ്ങൾക്ക് പോലും പ്രത്യേകതകളുണ്ട് എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കണം. റസൂലുള്ള ബന്ധപ്പെട്ട ആ കഴുതക്ക് വേറും ബഹുമാനം കൊടുക്കണം, പ്രത്യേകതയുണ്ട് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം വാഹനമായി ഉപയോഗിച്ച മൃഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനൊക്കെ പ്രത്യേകതയുണ്ട്. മിൻ ഹസാഇസിഹി അന്ന കുല്ല ദാബത്തിൻ റതിബഹാ ബഖിയത് അലൽ ഖദരില്ലദി കാനത് അലൈഹി വലം തഹുറും ബിബറകതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്ത എല്ലാ മൃഗങ്ങൾക്കും യാത്ര ചെയ്ത പോലെയുള്ള അവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നതാണ്. അതുകൊണ്ടല്ലേ ഇന്ന് നമുക്കറിയാം അറഫയിലൊക്കെ പോയ ആളുകൾക്ക്, അല്ലെങ്കിൽ ത്വാഇഫിലൊക്കെ അറിയാം, ഹുദൈബിയയിലൊക്കെ കാണാം. ഹുദൈബിയയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒട്ടകത്തിന്റെ പാലുകൾ കുടിക്കല് നല്ലതാണ് എന്ന് കാരണം റസൂലുള്ളാഹി അവിടെ വെച്ച് കുടിച്ചിട്ടുണ്ട്. ഹുദൈബിയയില് റസൂലുള്ളാഹി ഒട്ടകത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ല അവിടെ പോകുമ്പോൾ സിയാറത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ 10 റിയാലും 5 റിയാലൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുന്നത്, ആ സവാരി നടത്തുന്നത്. അതിനൊക്കെ ബഹുമാനമുണ്ട്. അള്ളാഹു ആ ബഹുമാനം ഉൾക്കൊള്ളുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബിയുടെ ബറക്കത്തിനാൽ അത് വാർദ്ധക്യം വരികയില്ല ഒരിക്കലും. അതാണ് സംഭവങ്ങൾ. അവ മുത്തുനബിയുടെ മാസമായതുകൊണ്ട് നാം അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഹബീബായ റസൂലുള്ളാഹിനോടുള്ള ആ മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ നാം അധികമായി കൊണ്ടുവരണം. ഈ സമയങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് വേണ്ടി ഉപയോഗിച്ച് ഒരുപാട് സ്വലാത്തുകളും സലാമുകളുമായി ബന്ധപ്പെട്ട് പള്ളികളിലും അതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ നടക്കുന്ന മൗലിദിന്റെ സദസ്സുകളിലൊക്കെ വന്ന് ആ ആത്മീയതകളൊക്കെ നാം ഉൾക്കൊള്ളണമെന്ന് ആദ്യമായി എന്റെ നഫ്സിനോടും എന്റെ ശബ്ദം കേൾക്കുന്നവരോടും ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.